മിൽക്കി വേയുടെ രൂപം സ്പൈറൽ ആകൃതിയാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ മിൽക്കി വേ ഗാലക്സിയുടെ ഉള്ളിലാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ആകൃതി കണ്ടുപിടിച്ചത്? കോടിക്കണക്കിന് മരങ്ങളുള്ള വളരെ വലിയൊരു കാടിനുള്ളിൽ ഒരു മരത്തിന്റെ ഇലയിലിരിക്കുന്ന ചെറിയൊരു ഉറുമ്പ് ആ ഇലയിൽ ഇരുന്നു കൊണ്ട് തന്നെ മൊത്തം കാടിന്റെയും ആകൃതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഭൂമിയിലിരുന്ന് നമ്മൾ മിൽക്കി വേയുടെ ആകൃതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാരണം അത്രയേറെ വിശാലമാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി. ഒരു വശത്തിൽ നിന്നും മറുവശം വരെ 1,00,000 പ്രകാശ വർഷത്തിൽ കൂടുതലാണ് മിൽക്കി വേയുടെ വ്യാസം. 10,000 പ്രകാശ വർഷങ്ങൾ കടന്നുപോയാൽ മാത്രമേ ഇത്രയും വലിയ മിൽക്കി വേ ഗാലക്സിയെ നമുക്ക് പൂർണ്ണമായും കാണാൻ പറ്റൂ. പക്ഷേ നമ്മൾ അയച്ച ഒരു പേടകവും ഇതുവരേക്കും നമ്മുടെ സൗരയൂഥത്തിന്റെ അതിരി പോലും താണ്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മിൽക്കി വേയുടെ ആകൃതി നമ്മൾ മനസ്സിലാക്കിയത്? നമുക്ക് നോക്കാം. മിൽക്കി വേയുടെ ആകൃതി പെട്ടെന്നൊരു ദിവസം കൊണ്ട് മനസ്സിലാക്കിയ കാര്യമല്ല. അതിന് പല നൂറ്റാണ്ടുകളുടെ നിരീക്ഷണങ്ങൾ വേണ്ടിവന്നു. വില്യം ഹെർഷൽ എന്ന ജ്യോതിശാസ്ത്രജ്ഞനിൽ നിന്നും മിൽക്കി വേയുടെ നിരീക്ഷണത്തിന്റെ ചരിത്രം നമുക്ക് തുടങ്ങാം. ഈ മനുഷ്യനാണ് 1781 സൗരയൂഥത്തിലെ 7ാമത്തെ ഗ്രഹമായ യുറാനസിനെ കണ്ടെത്തിയത്. അതുകൊണ്ട് അന്നത്തെ രാജാവ് ടെലിസ്കോപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ധാരാളം കാശ് കൊടുത്തു. അങ്ങനെ ടെലിസ്കോപ്പുകൾ നിർമ്മിച്ച ഹെർഷലാണ് ആദ്യമായി മിൽക്കി വേയുടെ ആകൃതി നിർണ്ണയിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം തനിക്ക് ടെലിസ്കോപ്പിലൂടെ കാണാൻ കഴിഞ്ഞ നക്ഷത്രങ്ങളെ മാത്രം പരിഗണിച്ച് 1785 മിൽക്കി വേയുടെ ഒരു മാപ്പ് തയ്യാറാക്കി. പക്ഷേ തന്റെ നിസ്സാരമായ ടെലിസ്കോപ്പിന് കാണാൻ കഴിയാത്ത മറഞ്ഞിരിക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മിൽക്കി വേ മാപ്പിന് ഏതാണ്ട് അമീബയുടെ ആകൃതിയായിരുന്നു. ഈ ആകൃതി ശരിയല്ലെന്ന കാര്യം ഇന്ന് നമുക്കറിയാം. ഈ മാപ്പിന്റെ മധ്യത്തിലാണ് അദ്ദേഹം നമ്മുടെ സൗരയൂഥത്തിനെ വെച്ചത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് നമ്മുടെ ഗാലക്സിക്ക് പരന്ന ആകൃതിയാണെന്ന ആശയം അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാപ്പ് തീർത്തും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്തെന്നാൽ ശരിക്കും മിൽക്കി വേക്ക് പരന്ന ആകൃതിയാണ്. എന്തായാലും ആ കാലത്തിൽ മിൽക്കി വേ എത്രത്തോളം വലുതാണെന്നറിയില്ലായിരുന്നു. അതാണ് അദ്ദേഹത്തിന് മിൽക്കി വേയുടെ കൃത്യമായ രൂപം മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം. ശരിക്കും 20ാം നൂറ്റാണ്ടിന്റെ ഏകദേശം അവസാനം വരെയും മിൽക്കി വേ ഗാലക്സിയെ മുഴുവൻ പ്രപഞ്ചമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. മറ്റ് ഗാലക്സികളെയൊക്കെ ആകാശത്തിൽ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം മിൽക്കി വേയിൽ തന്നെയുള്ള നെബുലകളാണെന്നായിരുന്നു കരുതിയിരുന്നത്. ബഹിരാകാശ വസ്തുക്കളുടെ ദൂരം അളക്കാൻ കഴിയാത്തതായിരുന്നു ഗാലക്സികളെ തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ പ്രധാന പ്രശ്നം. എന്നാൽ 20ാം നൂറ്റാണ്ടിൽ ബഹിരാകാശ പര്യവേഷണ രംഗത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായി. 19ാം നൂറ്റാണ്ടിൽ ഹാർവാർഡ് കോളേജ് ഒബ്സർവേറ്ററിയിലെ ഒരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞയായിരുന്നു ഹെൻറിയേറ്റ സ്വാൻ ലെവിറ്റ്. പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഹെൻറിയേറ്റ നൽകിയിട്ടുണ്ട്. സെഫീദ് വേരിയബിൾസ് എന്ന അപൂർവമായ ഒരുതരം നക്ഷത്രങ്ങളെയാണ് ഹെൻറിയേറ്റ പ്രധാനമായും നിരീക്ഷിച്ചിരുന്നത്. ഇത്തരം നക്ഷത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ പൾസേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. അതായത് അവയുടെ പ്രകാശം ഇടയ്ക്കിടയ്ക്ക് മങ്ങുകയും തെളിയുകയും ചെയ്യും. പക്ഷേ അത് അപ്രതീക്ഷിതമായിട്ടല്ല സംഭവിക്കുന്നത്, മറിച്ച് വളരെ കൃത്യമായ ഇടവേളകളിലാണ്. അതുമാത്രമല്ല, അതിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. 1908 1700-ലേറെ സെഫീദ് വേരിയബിൾ നക്ഷത്രങ്ങളെ ഹെൻറിയേറ്റ നിരീക്ഷിച്ചു. അതിൽ നിന്നും വളരെ സുപ്രധാനമായ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണെന്നാൽ ഇത്തരം നക്ഷത്രങ്ങളുടെ ലുമിനോസിറ്റിയും പൾസേറ്റ് ചെയ്യുന്ന വേഗതയും തമ്മിൽ ബന്ധമുണ്ട്. കൂടുതൽ പ്രകാശമുള്ള സെഫീദ് നക്ഷത്രങ്ങൾ പ്രകാശം കുറഞ്ഞ സെഫീദുകളെ അപേക്ഷിച്ച് പതിയെയായിരിക്കും പൾസേറ്റ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലുമിനോസിറ്റി കൂടുന്നതിനനുസരിച്ച് സെഫീദ് നക്ഷത്രങ്ങൾ പൾസേറ്റ് ചെയ്യുന്ന വേഗത കുറയും. അത് കൃത്യമായി നിരീക്ഷിക്കുന്നതിലൂടെ അവയുടെ ബ്രൈറ്റ്നെസ് എത്രത്തോളമാണെന്ന് നിർണ്ണയിക്കാൻ കഴിയും. ബ്രൈറ്റ്നെസ് നിർണ്ണയിക്കാൻ പറ്റിയാൽ അതിലൂടെ അവ നമ്മിൽ നിന്നും എത്ര ദൂരത്തിലാണ് നിലനിൽക്കുന്നതെന്നും അറിയാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് പണ്ടത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ബഹിരാകാശ വസ്തുക്കളുടെ ദൂരം അളക്കാൻ വളരെ ഉത്തമമായ ഒരു മാർഗമാണ് സെഫീദ് വേരിയബിൾ നക്ഷത്രങ്ങൾ. ഏകദേശം 2 കോടി പ്രകാശ വർഷങ്ങൾക്ക് അകലെ വരെയുള്ള വസ്തുക്കളുടെ ദൂരം ഈ നക്ഷത്രങ്ങളെ ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ പറ്റും. ഇങ്ങനെ ബഹിരാകാശ വസ്തുക്കളുടെ ദൂരം അളക്കാൻ കഴിയുക എന്നതാണ് ആസ്ട്രോണമിയിൽ വളരെ വലിയൊരു വഴിത്തിരിവായി മാറിയത്. ഹെൻറിയേറ്റയുടെ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു അമേരിക്കൻ ആസ്ട്രോണമറായ എഡ്വിൻ ഹബിൾ ആൻഡ്രോമെഡ നെബുലയിലെ സെഫീദ് വേരിയബിൾ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ ആൻഡ്രോമെഡ ഏകദേശം 10 ലക്ഷം പ്രകാശ വർഷങ്ങൾക്കകലെയാണ് നിൽക്കുന്നതെന്ന് ഹബിൾ കണ്ടുപിടിച്ചു. ആ കണക്കത്ര കൃത്യമൊന്നും ആയിരുന്നില്ല. കാരണം ആൻഡ്രോമെഡ ശരിക്കും 25 ലക്ഷം പ്രകാശ വർഷങ്ങൾക്കകലെയാണെന്ന് ഇന്ന് നമുക്കറിയാം.
പക്ഷെ എന്നിരുന്നാലും ആൻഡ്രോമെഡ മിൽക്കി വേക്ക് ഉള്ളിലുള്ള വസ്തു അല്ലെന്ന് തിരിച്ചറിയാൻ ഹബിളിന്റെ കണക്കുകൂട്ടൽ തന്നെ ധാരാളമായിരുന്നു. അങ്ങനെയാണ് ആൻഡ്രോമെഡ യഥാർത്ഥത്തിൽ മിൽക്കി വേയെ പോലെ മറ്റൊരു ഗാലക്സിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഗാലക്സികൾ എന്ന ആശയം അതിനു മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ അധികം ആരും തന്നെ അതിന് വലിയ പ്രസക്തി നൽകിയിരുന്നില്ല. എന്നാൽ തെളിവ് സഹിതം കണ്ടെത്തി ഹബിൾ ഗാലക്സികൾ എന്ന ആശയത്തിനെ സ്ഥിരീകരിച്ചു. പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം ആ കണ്ടെത്തൽ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഹബിൾ ഗാലക്സികളെ കണ്ടുപിടിച്ചതിനു ശേഷം പിന്നെ ആസ്ട്രോണമേഴ്സ് ഒക്കെ കൂടുതൽ ഗാലക്സികളെ കണ്ടുപിടിക്കാനും അവയെ സമഗ്രമായിട്ട് നിരീക്ഷിക്കാനും തുടങ്ങി. അപ്പോഴാണ് മറ്റൊരു കാര്യം കണ്ടുപിടിച്ചത്. പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികൾ ഉണ്ടെങ്കിലും ആകൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെല്ലാത്തിനെയും വെറും 3 തരങ്ങളായിട്ട് തിരിക്കാൻ കഴിയും: എലിപ്റ്റിക്കൽ, സ്പൈറൽ, ഇറഗുലാർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ആകൃതിയും ഇതിലേതെങ്കിലും ഒന്നായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനാകും. ഇന്നത്തെ ശക്തമായ ലൈറ്റ് പൊല്യൂഷൻ കാരണം സിറ്റികളിലും സിറ്റികൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലുമുള്ളവർക്ക് മിൽക്കി വേ ഗാലക്സിയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക എന്നത് ഏകദേശം അസാധ്യമാണ്. എന്നാൽ നമ്മളിൽ ഭൂരിപക്ഷം പേരും ചിത്രങ്ങളിലെങ്കിലും മിൽക്കി വേയെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ചിത്രങ്ങളിൽ മിൽക്കി വേ ഒരു വര പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഗാലക്സി എന്തായാലും ഒരു എലിപ്റ്റിക്കൽ ഗാലക്സി അല്ല എന്നത് തീർച്ചയാണ്. കാരണം എലിപ്റ്റിക്കൽ ഗാലക്സിക്ക് മൊത്തത്തിൽ ഒരു ഗോളാകൃതി ആയിരിക്കും. അതുമാത്രമല്ല, എലിപ്റ്റിക്കൽ ഗാലക്സികൾക്ക് ആംസും വരകളും ഒന്നും ഇല്ലാത്തതിനാൽ ആകാശത്തിൽ എല്ലായിടത്തും നക്ഷത്രങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് ഏകദേശം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനൊരു ഗാലക്സിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു വര കാണാൻ കഴിയില്ല. ഇനി ഇറഗുലാർ ഗാലക്സികൾക്കാണെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ പ്രത്യേകിച്ച് യാതൊരു ഘടനയും ആകൃതിയും ഉണ്ടായിരിക്കില്ല. ഇവയുടെ മധ്യഭാഗത്തിൽ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഒട്ടുമിക്ക ഇറഗുലാർ ഗാലക്സികൾക്കും അവയുടെ മധ്യഭാഗത്തിൽ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾസ് ഉണ്ടായിരിക്കില്ല. യഥാർത്ഥത്തിൽ ഇവയ്ക്ക് കൃത്യമായ ഒരു മധ്യഭാഗം പോലും ഉണ്ടായിരിക്കില്ല. എന്നാൽ മിൽക്കി വേ ഗാലക്സിയെ നിരീക്ഷിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായ ഘടനകളുണ്ട്. അങ്ങനെയെങ്കിൽ മിൽക്കി വേ ഒരു ഇറഗുലാർ ഗാലക്സി അല്ലെന്നതും തീർച്ചയാണ്. അപ്പോൾ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ സ്പൈറൽ ആകൃതി മാത്രമാണ്. ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ ധാരാളം സ്പൈറൽ ഗാലക്സികളെ കണ്ടിട്ടുണ്ട്. അതും അവയുടെ എല്ലാ വശങ്ങളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്പൈറൽ ഗാലക്സികൾ എങ്ങനെയാണെന്ന വളരെ വ്യക്തമായ ധാരണ നമുക്കുണ്ട്. അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മിൽക്കി വേയുടെ ആകൃതി എങ്ങനെയാണെന്ന ഏകദേശ രൂപം നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന്, ഇത് നമ്മുടെ ഗാലക്സിയുടെ പനോരമ ചിത്രമാണ്. ഇത് ചുമ്മാ ആകാശത്തിൽ നോക്കി ഒരു ക്ലിക്ക് എടുത്തപ്പോൾ കിട്ടിയതല്ല. പല മാസങ്ങളോളം സമയമെടുത്ത് പകർത്തിയ നിരവധി ചിത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ച് നിർമ്മിച്ച ചിത്രമാണ്. പ്രത്യക്ഷത്തിൽ മിൽക്കി വേയുടെ പുറത്തുപോയി പകർത്തിയതുപോലെ തോന്നും. ഗാലക്സിയുടെ മധ്യത്തിൽ നിന്നും ഒരുപാട് അകലെ ആയതുകൊണ്ടാണ് ഇത് പകർത്താൻ സാധിച്ചത്. ഇതുപോലെ മിൽക്കി വേയുടെ വേറെയും പനോരമ ചിത്രങ്ങളുണ്ട്. ഇത് മിൽക്കി വേയുടെ ഇൻഫ്രാറെഡ് പനോരമയാണ്. ഈ ചിത്രത്തിനെ മറ്റൊരു സ്പൈറൽ ഗാലക്സിയുടെ ചിത്രവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ 2 ഗാലക്സികളും ഒരേ രൂപത്തിലുള്ളവയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയാണ് നമ്മുടെ ഗാലക്സി ശരിക്കും ഒരു സ്പൈറൽ ഗാലക്സിയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. ഗാലക്സിയുടെ ആകൃതി സ്പൈറൽ ആണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും, അതായത് എത്ര സ്പൈറൽ ആംസ് ഉണ്ടെന്നും അവയുടെ നീളം എത്രയാണെന്നും അതിൽ നമ്മൾ എവിടെയാണെന്നും ഒന്നും ആദ്യം നമുക്കറിയില്ലായിരുന്നു. അതിന്റെ പ്രധാന കാരണം ഗാലക്സിയുടെ നല്ലൊരു ശതമാനവും വാതകങ്ങളും പൊടികളും കാരണം മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ റേഡിയോ തരംഗങ്ങളെ ഉപയോഗിച്ച് ബഹിരാകാശ നിരീക്ഷണങ്ങൾ തുടങ്ങിയപ്പോൾ ഗാലക്സിയിൽ മറഞ്ഞിരിക്കുന്ന വസ്തുക്കളെയൊക്കെ നമ്മൾ കാണാനും തുടങ്ങി. അങ്ങനെ പല പതിറ്റാണ്ടുകളായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ മിൽക്കി വേയുടെ രൂപവും ഘടനകളുമെല്ലാം നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്ക് 1,00,000 പ്രകാശ വർഷത്തിൽ കൂടുതൽ വ്യാസമുണ്ട്. മിൽക്കി വേയുടെ മധ്യഭാഗം ഒരു ബാറ് പോലെ നീണ്ടതാണ്. ഈ മധ്യഭാഗത്തിൽ സജിറ്റേരിയസ് എ സ്റ്റാർ എന്ന് നമ്മൾ വിളിക്കുന്ന വളരെ വലിയൊരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. ഇറഗുലാർ ഗാലക്സികൾ ഒഴികെ നമ്മൾ കണ്ടിട്ടുള്ള ഏകദേശം എല്ലാ ഗാലക്സികളിലും അവയുടെ മധ്യത്തിൽ ഇതുപോലെ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കാം. മിൽക്കി വേയുടെ മധ്യഭാഗത്തിൽ വെറും 3 ചതുരശ്ര പ്രകാശ വർഷത്തിന്റെ വിസ്തീർണതയിൽ 1 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. താരതമ്യേന പറഞ്ഞാൽ സൂര്യൻ നിലനിൽക്കുന്ന സ്ഥലത്തിൽ അത്രയും വിസ്തീർണതയിൽ വെറും 1 നക്ഷത്രമേ ഉണ്ടായിരിക്കൂ. ഈ കാരണം കൊണ്ടാണ് മിൽക്കി വേയുടെ മധ്യഭാഗം വളരെ പ്രകാശപൂരിതമായിരിക്കുന്നത്. മധ്യഭാഗത്തിലെ ബാറിന് ചുറ്റും 2 വശങ്ങളിലായിട്ട് ചെറിയ 2 ആംസ് ഉണ്ട്. നിയർ ആൻഡ് ഫാർ 3 കിലോ പാഴ്സെക് ആംസ്. ഇവയ്ക്ക് ഏകദേശം 10,000 പ്രകാശ വർഷങ്ങളുടെ നീളമുണ്ട്. ബാറിന്റെ 2 വശങ്ങളിൽ നിന്നും 2 വലിയ ആംസ് രൂപം കൊണ്ടിട്ടുണ്ട്. പേഴ്സിയസും സ്ക്യൂട്ടം സെന്റൗറസും. ഇവയാണ് മിൽക്കി വേയുടെ ഏറ്റവും വലിയ ആംസ്. ഈ ആംസിനിടയിലൂടെ 3 ചെറിയ ആംസും രൂപം കൊണ്ടിട്ടുണ്ട്: സജിറ്റേരിയസ്, നോർമ, ഔട്ടർ ആം. ഓരോ ആമിനിടയിലും ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങളുടെ വ്യാസമുണ്ടായിരിക്കും.
സജിറ്റേരിയസ് ആമിൽ നിന്നും പേഴ്സിയസ് ആമിലേക്ക് പോകുന്ന ചെറിയൊരു ആമുണ്ട്. അതിനെ ഓറിയോൺ ആം എന്നാണ് പറയുന്നത്. ഇതിന് ഏകദേശം 3500 പ്രകാശവർഷങ്ങളുടെ വീതിയും 20,000 പ്രകാശവർഷങ്ങളുടെ നീളവുമുണ്ട്. ഗാലക്സിയുടെ മധ്യത്തിൽ നിന്നും ഏകദേശം 27,000 പ്രകാശവർഷങ്ങൾക്കകലെ ഈ ഓറിയോൺ ആമിലാണ് നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. ആംസിനിടയിലുള്ള ഭാഗങ്ങൾ മങ്ങിയതായിട്ട് കാണപ്പെടുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആംസിൽ ഉള്ളതിന്റെ അത്രത്തോളം തന്നെ നക്ഷത്രങ്ങൾ ഈ ഭാഗങ്ങളിലുമുണ്ട്. പക്ഷേ ആംസിൽ കൂടുതലും നിറയെ പുതിയ നക്ഷത്രങ്ങളാണ്. ശരിക്കും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സ്റ്റെല്ലാർ നേഴ്സറികളും ആംസിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുതിയ നക്ഷത്രങ്ങൾ കൂടുതൽ ഊർജം പുറത്തുവിടും. അതുകൊണ്ടാണ് ആംസ് കൂടുതൽ തെളിഞ്ഞു കാണപ്പെടുന്നത്. ഇതാണ് മിൽക്കി വേയുടെ പ്രാഥമിക ഘടന. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.